ദേവയാനി കാണാൻ ആഗ്രഹിക്കുന്ന ആ അജ്ഞാതയായ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് വേണ്ടി ചെയ്യാനായിട്ട് ആദർശിനെ ഏൽപ്പിക്കുന്നുമുണ്ട്. ഇരുമുടി കെട്ടി അയ്യപ്പന്മാരെല്ലാം ഇറങ്ങുവാണ്. ഈ സമയത്താണെങ്കിൽ ജലജ മുത്തശ്ശനോട് പറയുന്നുണ്ട്, അല്ല, ആ രണ്ട് പെണ്ണുങ്ങള് ഇങ്ങോട്ട് വന്നില്ലല്ലോ. നയന എന്ന് പറയുന്നവളെ ഒരു മായാജാലക്കാരിയാ. അതുകൊണ്ട് പിന്നെ അവള് വന്നില്ലെങ്കിലും ഇവിടെ ആർക്കും വിരോധമൊന്നും കാണില്ല. എന്നാൽ അനാമിക അങ്ങനെയല്ലല്ലോ. ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട്, ജലജെ, നീ വെറുതെ ഒന്നും പറയാൻ നിൽക്കണ്ട. നയനമോള് വന്നില്ലെങ്കിലും അവളുടെ മനസ്സ് എപ്പോഴും ഇവിടെയുണ്ട്. എന്നാലും അങ്ങനെയല്ലല്ലോ അമ്മേ. നയനയോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതേ അവളുടെ അമ്മായി അമ്മയാ. പിന്നെ നിനക്കെന്താ ഇത്ര പ്രശ്നം? അയ്യപ്പന്മാര് മലയ്ക്ക് പോവാൻ ഇറങ്ങിയതാ. ഈ സമയത്തെങ്കിലും നിന്റെ ആ ദുഷിച്ച മനസ്സൊന്ന് മാറ്റിവെക്ക്. ഏതു നേരം ഓരോന്ന് പറഞ്ഞ് എന്നും പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. മുത്തശ്ശൻ പറഞ്ഞു തന്നെയല്ലേ ശരി എന്ന് ജലജയുടെ മുഖത്ത് നോക്കി നവ്യ ചോദിക്കുന്നുണ്ട്. നിനക്കിപ്പോ സമാധാനായോ? അച്ഛൻ എന്നെ ചീത്ത പറഞ്ഞപ്പോ അതെനിക്കറിയാടി നിനക്ക് സമാധാനാവോ എന്ന്. അതെ, അതുകൊണ്ട് തന്നെയാ. പിന്നെ അഭി വേണ്ടത്ര വ്രതമൊന്നും എടുക്കാതെയാ ഇവിടുന്ന് പോയിട്ടുള്ളത്. എങ്ങനെയാവുമെന്നോർത്ത് ആകെ പേടിയില്ല ഞാൻ. ആ സമയത്താ നിങ്ങളുടെ ഓരോ സംസാരം. എന്റെ മോനെ നല്ല പോലെ വ്രതം എടുത്തിട്ടാ മല കയറാൻ പോയിരിക്കുന്നത്. എന്റെ മോൻ ഒരു കുഴപ്പം വരില്ല. പിന്നെ അതെനിക്കറിയാലോ. അതിനുള്ള എല്ലാ തെളിവുകളും എന്റെ ഫോണിലുണ്ട്. മതി, ഇനി രണ്ടുപേരും കൂടെ വഴക്കിടണ്ട എന്ന് മുത്തശ്ശി പറയാണ്. പിന്നീടാണെങ്കിൽ നവ്യ പ്രാർത്ഥിക്കുന്നുണ്ട്, അബിക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുതേ, നല്ല രീതിക്ക് മല ചവിട്ടാൻ കഴിയണേ എന്നൊക്കെ നവ്യ പ്രാർത്ഥിക്കുകയായിരിക്കും. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. മുത്തശ്ശി, എനിക്കാകെ പേടിയാവുന്നുണ്ട്. എന്താ മോളെ, മോൾ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നേ? അല്ല, അബി വേണ്ടത്ര വ്രതമൊന്നും എടുക്കാതെയാ ഇവിടുന്ന് പോയിട്ടുള്ളത്. അവൻ വ്രതം എടുക്കുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതവന്റെ പറച്ചിൽ മാത്രം മുത്തശ്ശി. അവന് അങ്ങനെ വ്രതമൊന്നും എടുത്തിട്ടില്ല. പലതവണ അവന് ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവനൊരു നിയന്ത്രണം ഉണ്ടായിട്ടില്ല. മാലയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള വ്രതമൊക്കെ എടുക്കണം. മാലയിട്ട് കഴിഞ്ഞാൽ അറിയാതെ വല്ല തെറ്റ് ചെയ്താലും അയ്യപ്പനത് പൊറുക്കും. അതങ്ങനെയല്ലല്ലോ മുത്തശ്ശി. അറിഞ്ഞുകൊണ്ടല്ലേ അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതും നോൺ വെജ് വരെ അവൻ കഴിച്ചു എന്നാ എനിക്ക് തോന്നുന്നേ. മോളെ, അതൊക്കെ ചെയ്യൂ അവൻ? ആ മുത്തശ്ശി, അതൊക്കെ അവൻ ചെയ്യും. അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. മുന്നെയൊക്കെ പോകുമ്പോൾ 10 ദിവസത്തെ കൂടുതൽ വ്രതം എടുക്കാറില്ല എന്നാ പറഞ്ഞത്. ഇത്തവണയാ കൂടുതൽ വ്രതം എടുത്ത് അവൻ മല ചവിട്ടുന്നത്. ആര് പറഞ്ഞു? അവനാകെ 1-2 തവണയാ മല കയറാൻ പോയിട്ടുള്ളത്. അതും 10 ദിവസത്തെ കൂടുതൽ അവൻ വ്രതം എടുത്തിട്ടേ ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെയാ മുത്തശ്ശി എനിക്ക് ഇത്ര പേടി. മോള് വിഷമിക്കാതിരിക്കെ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവനെ മോളാ മാറ്റിയെടുക്കേണ്ടത്. മോള് സ്നേഹം കൊണ്ട് അവനെ മാറ്റിയെടുക്കണം. അനിയുടെയും അനാമികയുടെയും കാര്യത്തില് ചെറിയ രസക്കേടുകളൊക്കെ ഉണ്ടെങ്കിലും അനി ഒരു പാവ. അവന് സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്. എന്നാ അഭി അങ്ങനെയല്ല. അഭിക്ക് അവന്റെ അമ്മയുടെ സ്വഭാവ കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്നാലും ആലോചിക്കാം മുത്തശ്ശി, നിങ്ങളുടെ ഇടയിലൊക്കെ ഇത്രയും കാലം കഴിഞ്ഞിട്ടും അവൻ എന്താ ഇപ്പോഴും ഇങ്ങനത്തെ സ്വഭാവമായിട്ട് നടക്കുന്നേ? ഇത്രയും കാലമായിട്ട് മുത്തശ്ശിക്കും മുത്തശ്ശനും അവനെ നേരേക്കാൻ പറ്റിയില്ലല്ലോ. പിന്നെ എങ്ങനെ മുത്തശ്ശി ഞാൻ അവനെ നേരേക്കാം? സ്നേഹം കൊണ്ട് നീ അവനെ നേരെയാക്കണം. നീ വേണം അവനെ നല്ല വഴിക്ക് നടത്താൻ എന്നൊക്കെ പറഞ്ഞ് നവ്യയെ ഉപദേശിക്കുകയാണ് മുത്തശ്ശി. എന്നാലും നവ്യയുടെ മനസ്സിൽ ആകെ കൂടെ ഒരു ആദിയായിരിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ നഷ്ടപ്പെടുമോ എന്നൊരു ആദി നവ്യയുടെ മനസ്സിലുണ്ടായിരിക്കും. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, മോള് വിഷമിക്കാതിരിക്കെ, ഒരു കുഴപ്പം ഉണ്ടായിരിക്കില്ല. കൂടെ പോയിരിക്കുന്ന അയ്യപ്പന്മാര് കൃത്യമായിട്ട് വ്രതം എടുത്തും മല ചവിട്ടാനായിട്ട് പോകുന്നവരല്ലേ. അവര് കൂടെ ഉള്ളിടത്തോളം കാലം അബിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ദൈവം രക്ഷിക്കും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി അവിടെ നിന്ന് പോവാണ്. എന്നാലും നവ്യപാവം സങ്കടത്തിൽ തന്നെ നിൽക്കുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് മല കയറാനായിട്ട് കാട്ടില് ഒരു അമ്പലത്തിൽ വണ്ടി നിർത്തുന്നതാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അബിക്ക് ക്ഷീണം തുടങ്ങും. കാലുവേദന, കൈവേദന എന്നൊക്കെ പറയുന്നുണ്ട്. അമ്പലത്തിൽ തൊഴുതതിന് ശേഷം നമുക്കിവിടുന്ന് ഇപ്പം തന്നെ നടക്കാൻ തുടങ്ങാം. എന്നാൽ നാളെ രാവിലെ പമ്പയിലെത്തും എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, അയ്യോ എനിക്കിപ്പം തന്നെ വയ്യ, കുറച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോയാൽ പോരെ. എൻ്റെ കാലിലാണെങ്കിൽ മസിൽ കയറുന്നുണ്ട്. വണ്ടിയിൽ ഇരുന്നിരുന്ന് ആകെ വയ്യാതായി. ഇത് കേട്ട് അനി പറയുന്നുണ്ട്, നീ അതിന് വേണ്ടാത്ത വ്രതമൊന്നും എടുത്തിട്ടില്ല. പലതവണ നീ വ്രതം മുറിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാ നിനക്കിപ്പോൾ ഈ ക്ഷീണം. പിന്നെ നീ നടന്നാണ് മല ചവിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും നീ നടക്കാനൊന്നും ഞങ്ങളുടെ കൂടെ വന്നിരുന്നില്ലല്ലോ. അതുകൊണ്ടാ ഈ ക്ഷീണം എന്നൊക്കെ എല്ലാവരും പറയാണ്. അജയൻ എല്ലാവരോടുമായി പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഭക്ഷണം എടുക്കാനായിട്ട് അനിയോടും ആദർശിൻ്റെ അടുത്തും പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് അനാമികയെയും രേവതിയെയും ആയിരിക്കും. അനാമികയോട് രേവതി പറയുന്നുണ്ട്, മോളെ, ഇന്ന് കെട്ടുന്നറയായിരുന്നില്ലേ?
ആ സമയത്ത് കെട്ട് നിറയ്ക്കുന്ന നേരത്തെങ്കിലും നീ അങ്ങോട്ട് പോവേണ്ടതായിരുന്നു. പിന്നെ അവന്റെ കെട്ട് നിറയ്ക്ക് ഞാനെന്തിനാ പോകുന്നേ? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവളെന്നെ തല്ലിയ സമയത്തെ അവൻ നോക്കി നിൽക്കുമായിരുന്നു. ഞാനെന്തിനാ അവൻ കെട്ടി നിറയ്ക്കുന്നത് കാണാനായിട്ട് പോകുന്നത് എന്നൊക്കെ അനാമിക ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. അനാമിക രേവതിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, അച്ഛൻ രാവിലെ പോയതല്ലേ, ഇതുവരെ വന്നില്ലല്ലോ. അങ്ങനെ വേണു വരുന്നുണ്ട്. വേണു അങ്ങനെ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് അനാമിക പോയി ചോദിക്കുന്നുണ്ട്, അച്ഛ എന്തായി? അച്ഛൻ അവളുമാരെ കാണാനായിട്ട് പോയതല്ലേ, എന്നിട്ട് എന്താ അവൾക്ക് നല്ല കണക്കിന് കൊടുത്തില്ലേ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട്. അതൊക്കെ അച്ഛൻ കൊടുത്തു. അപ്പോഴായിരിക്കും അനാമിക മുഖമൊക്കെ നോക്കുന്നത്. പാടൊന്നും കാണുന്നില്ല. അപ്പോൾ തല്ലി കിട്ടിയില്ല. പിന്നെ അവളെന്നെ തല്ലിയാലേ അവളെ തിരിച്ചു തല്ലാനും എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, അവരെന്താ പറഞ്ഞ അച്ഛാ? അവരിപ്പോൾ എടുത്തു കാണിക്കുന്നത് മോൾ ആ നയനയെ തള്ളിയിട്ട കാര്യ. ചേച്ചിയെ തള്ളിയിട്ടപ്പോ അനിയത്തിക്ക് അങ്ങ് ദേഷ്യം വന്നു, അതുകൊണ്ട് തല്ലിയതാണെന്നാ അവര് പറയുന്നത്. അവർക്കത് ന്യായീകരണമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാ പറയുന്നേ. അച്ഛാ, എന്തായാലും അവളെ വെറുതെ വിടരുത്. അവളെ കയ്യും കാലും ഒടിഞ്ഞ് ഒരു ഭാഗത്ത് കിടക്കണം. മോളെ, അച്ഛനതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവളേക്കാ വലിയ ആൾക്കാരെ ഞാൻ ഇറക്കുന്നുണ്ട്. എന്നിട്ട് അവളെ തല്ലിക്കൂട്ടി ഒരു മൂലക്കിടും. അത് കാണണം അച്ഛ എനിക്ക്. അവള് വെയ്യാതെ അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്നത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി കാണണം. എന്നാലേ എനിക്ക് അവളെന്നെ തല്ലിയതിൻ്റെ ദേഷ്യം മാറൂ എന്നൊക്കെ അനാമിക അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തോടു കൂടി അനാമിക നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിനുള്ളിലെ തൊഴുതതിന് ശേഷം എന്നാൽ നമുക്ക് നടക്കാമെന്ന് തീരുമാനിക്കുകയാണ്. എന്നാൽ മടിയനായ അഭി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കാല് നല്ല വേദന, എനിക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തായാലും നമുക്ക് നടക്കാം, പതിയെ നടന്നാൽ മതി. ഇപ്പം നടന്ന അതിരാവിലെ നമുക്ക് പമ്പയിലെത്താം, അതാ നല്ലത്. അയ്യോ എനിക്ക് പറ്റില്ല, എൻ്റെ കാലിലെ മസിൽ കയറിയിട്ട് ഭയങ്കര വേദന, ഒരട്ടി നടക്കാൻ വയ്യ. ആദർശേ, നീ അവൻ്റെ കാലൊന്ന് ഒഴിഞ്ഞു കൊടുക്ക്. അഭി, നീ അവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ ഒഴിയായിരിക്കും. ഈ സമയത്ത് അഭി പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല, നിങ്ങൾ പൊക്കോ. നിങ്ങളവിടെ എത്തുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് വല്ല ബസ്സും പിടിച്ച് പമ്പയിലോട്ട് വന്നോളാം. അല്ല അഭി, അത് കഴിഞ്ഞാലും നീ കയറണ്ടേ? അപ്പം നീ എന്താ ചെയ്യുക? മലയും എന്നെ കൊണ്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നേ ഇല്ല. എന്നെ 4 ആൾ എടുത്തു കയറ്റിയാലേ പറ്റൂ. എന്തായാലും അതുവരെ ഞാൻ എത്തും എന്നൊക്കെ അഭി പറയാണ്. എന്നാ നീ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്ക്. നിനക്ക് മല കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അടുത്ത പ്രാവശ്യമെങ്കിലും നല്ല പോലെ വ്രതമെടുത്ത് മല കയറണം. നീ ഇവിടെ തന്നെ ഇരിക്ക്. ഇനി നിന്നെ അങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുചെന്നാലേ ദൈവം വരെ തിരിഞ്ഞിരിക്കും. നീ അങ്ങനെയാ ഓരോ പ്രവൃത്തിയും ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ പൊക്കോളൂ, ഞാനിവിടെ ഇരുന്നോളാം എന്ന് അഭി പറയുന്നുണ്ട്. അങ്ങനെ അഭി അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ശരണം വിളിച്ച് അയ്യപ്പന്മാര് പോവാണ്. ഈ സമയത്ത് അഭിയുടെ അടുത്തോട്ട് ഒരു സ്വാമി വരുന്നുണ്ട്. എന്താ സ്വാമി, സ്വാമി മല കയറുന്നില്ലേ? ഇല്ല, കാലിന് നല്ല വേദന. ഞാനെന്തായാലും കാല് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് തരാം. നാളെ രാവിലെ ഇവിടെ നിന്നൊരു ബസ്സുണ്ട് പമ്പയിലോട്ട്. ആ ബസ്സിൽ പോയാൽ അവിടെ ചെന്ന് ഇറങ്ങാം. ഞാനിപ്പോൾ കാലിനെല്ലാം പിടിച്ചു തന്നാൽ വേദന മാറിയ നാളെ മല കയറിക്കൂടെ സ്വാമിക്ക്? അതെന്തായാലും മുടക്കണ്ടല്ലോ എന്നും പറഞ്ഞ് മസാജ് ചെയ്യാണ്. അഭിയാണെങ്കിൽ അവിടെ കിടന്നു കൊടുക്കുന്നുണ്ട്. അഭി ഇങ്ങനെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും മല കയറാൻ ഉദ്ദേശിക്കുന്നില്ല, ഇവൻ എൻ്റെ കാല് പിടിക്കട്ടെ, ഈ സമയത്ത് കുറച്ചു നേരം ഒന്ന് ഉറങ്ങാം എന്നും പറഞ്ഞ് അഭി ഉറങ്ങുമായിരിക്കും. ഉറങ്ങി രാവിലെ കണ്ണു തുറക്കുന്ന സമയത്തോ അഭിയുടെ കയ്യിലെ വാച്ചും ബാഗും പേഴ്സും ഒന്നും കാണുന്നുണ്ടായിരിക്കില്ല. എല്ലാം ആരോ എടുത്തോണ്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഇത് കാണുന്ന അഭിക്ക് ആകെ പേടിയാവുന്നുണ്ട്. അയ്യോ, എൻ്റെ ബാഗും വാച്ചൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അഭി അതൊക്കെ അന്വേഷിക്കാനായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു അയ്യപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എൻ്റെ ബാഗൊന്നും കാണുന്നില്ല. ഇത് പറയുന്നതും അയ്യപ്പൻ അരയിലുള്ള കത്തിയെടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. മര്യാദയ്ക്ക് മിണ്ടാതെ പൊക്കോ എന്ന് പറയാണ്. പേടിച്ചബി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഒരു കാട്ടിലെത്തിപ്പെടുന്നുണ്ട്. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ എങ്ങനെയാ വീടെത്തുക? അങ്ങനെ ദൈവത്തിനൊക്കെ അഭി വിളിക്കുന്നുണ്ട്. കാട്ടാനകളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അഭിക്ക് ആകെ പേടിയാവുന്നുണ്ട്. ആനപ്പിണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാ തോന്നുന്നേ. എന്തായാലും ഭഗവാനെ, അടുത്ത പ്രാവശ്യം ഞാൻ നല്ല പോലെ വ്രതം പിടിച്ച് മല ചവിട്ടിക്കോളാം, എൻ്റെ ജീവൻ തിരിച്ചു തരണേ എന്നൊക്കെ അഭി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അഭി അങ്ങനെ കാട്ടിലൂടെ എങ്ങനെ പേടിച്ച് നടക്കുമായിരിക്കും. മറ്റയ്യപ്പന്മാരാണെങ്കിൽ പമ്പയിലെത്തി നടക്കുമായിരിക്കും. അഭിയാണെങ്കിൽ ആ കാട്ടിലങ്ങ് പെടുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ഒരു കാട്ടാന മുൻപിൽ നിൽക്കുന്നത്. പെട്ടെന്ന് അഭി പേടിച്ച് അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. എങ്ങോട്ട് ഓടണമെന്ന് അറിയാതെ ആകെ പേടിച്ചാണ് അഭി നിൽക്കുന്നത്. എന്നാ ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് നവ്യ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ അയ്യപ്പനെ പോലെ ഒരാൾ വന്ന് അഭിയെ രക്ഷിക്കുന്നുമുണ്ട്.